കലിപ്പൻ മാഷിന്റെ ആമ്പൽപ്പൂവ്. രചനാവതരണം നന്ദു അച്ചു കൃഷ്ണ. അന്നത്തെ പ്രഭാതത്തിന് എന്തൊക്കെയോ ഒരുപാട് പ്രത്യേകതകളുണ്ടായിരുന്നു. കട്ടിലിൽ എഴുന്നേറ്റിരുന്ന് കൈകൾ രണ്ടും ഉയർത്തി സ്ട്രെച്ച് ചെയ്യുമ്പോഴൊക്കെ മനസ്സിൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു സന്തോഷം. വെറുതെ മനസ്സ് നിറഞ്ഞു നിൽക്കുന്ന പോലെ ഒരു ഫീൽ. തുറന്നിട്ട ജനലിലൂടെ പുറത്തേക്ക് നോക്കുമ്പോൾ നേരം പരപര വെളുക്കുന്നതേയുള്ളൂ. സാധാരണ ഇങ്ങനെ കാണുമ്പോൾ ഒന്നുകൂടി മൂടിപ്പുതച്ച് ഉറങ്ങാറാണ് പതിവ്. അത്രയ്ക്കും തണുപ്പാകും ചുറ്റും. പക്ഷേ ഇന്നെന്തോ അങ്ങനെ കിടക്കാൻ തോന്നുന്നില്ല. തെക്കിനിയുടെ അറ്റത്തായിട്ടുള്ള മുറിയും പുറത്തേക്ക് തുറന്നാൽ മാന്തോപ്പുമുള്ള സ്ഥലമായതുകൊണ്ട് മറ്റു മുറികളേക്കാൾ എന്നും തണുപ്പ് കൂടുതലുള്ളത് ഈ മുറിക്കാണ്. ഇവിടെ കിടക്കുമ്പോഴൊക്കെ ആ 3 ജനൽപ്പാളികളും തുറന്നിട്ടാണ് കിടപ്പ്. സത്യം പറഞ്ഞാൽ ഈ പ്രാവശ്യം വന്നിട്ട് ഒരിക്കൽ പോലും AC ഇട്ടിട്ടില്ല. AC യെക്കാളും തണുപ്പാണ് എപ്പോഴും ചുറ്റും. പക്ഷേ എപ്പോഴും സഹിക്കാൻ പറ്റാത്ത ചൂട് കൂടിയ സമയത്ത് സഖാവ് മകന് വേണ്ടി ഒരുക്കിയ സൗകര്യങ്ങളിൽ ഇതും പെടും. അങ്ങനെ ആ സമയത്ത് വന്നപ്പോൾ ഉപയോഗിച്ചതൊഴിച്ചാൽ AC ഈ മുറിയിൽ വെറുമൊരു അലങ്കാരം മാത്രമാണ്. മോഹൻലാലിന്റെ പരസ്യത്തിലെ AC യാണ് അച്ഛൻ നിനക്ക് വാങ്ങി വെച്ചേക്കുന്നതെന്ന് വളരെ ഗമയിൽ പറഞ്ഞ ഒരമ്മയുടെ മുഖം ആ നിമിഷം അവൻ വെറുതെ ഓർത്ത് ചിരിച്ചു. അല്ലെങ്കിലും ഭർത്താവിനെ പൊക്കി പറയുന്ന കാര്യം വരുമ്പോൾ ടീച്ചർ ടിപ്പിക്കൽ ഭാര്യയാവാറുണ്ട്. പിന്നെയും ഉറങ്ങാൻ കിടക്കാതെ അവൻ ഫ്രഷായി ജോഗിങ്ങിന്റെ ഡ്രസ്സും ഇട്ട് പുറത്തേക്കിറങ്ങി. ഇതെന്തു പറ്റിയടാ? തലയിലേക്ക് ഹൂഡി ക്യാപ്പ് വലിച്ചിടുന്നത് കണ്ടുകൊണ്ടാണ് ടീച്ചർ വിളക്ക് കൊളുത്തിയിട്ട് പുറത്തേക്കിറങ്ങിയത്. ഒന്നുമില്ലമ്മേ, രാവിലെ എഴുന്നേറ്റപ്പോൾ പുറത്തൊന്ന് നടന്നിട്ട് വരാമെന്ന് വെച്ചു. ആഹാ, നീ ഇങ്ങനത്തെ നല്ല ശീലങ്ങളൊക്കെ നിർത്തിവെച്ചിരുന്നതല്ലേ, പിന്നെ എപ്പോ തുടങ്ങി? നിർത്തിവെച്ചതൊക്കെ അല്ലേ ടീച്ചറെ തുടങ്ങാൻ പറ്റൂ. അമ്മയുടെ കവിളിൽ വാതിലിൽ നിൽക്കുന്ന ടീച്ചറിനെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് വലിച്ചു വിട്ടവൻ പുറത്തേക്കിറങ്ങി. പുറത്ത് നല്ല മഞ്ഞാണിയതു. ആ കോട്ട് തലേന്ന് മാറ്റണ്ട കേട്ടോ, അല്ലെങ്കിൽ തിരിച്ചു വരുമ്പോഴേക്കും ജലദോഷമാകും. ഞാൻ പറയുന്നതൊക്കെ നീ കേൾക്കുന്നുണ്ടോ ചെക്കാ? കാലിലെ ഷൂസിന്റെ ലേസ് കെട്ടുന്നവൻ അരികിലേക്ക് ചെന്നിരുന്നു കൊണ്ട് ടീച്ചർ ഞൊടിഞ്ഞു. ഒക്കെ ഞാൻ കേട്ടു ടീച്ചറെ. മഴയും മഞ്ഞും കണ്ട ചെറുക്കൻ പുറത്തുനിന്ന് കേറില്ല. നോക്കിക്കോ, എന്തെങ്കിലും ഒന്ന് ഒപ്പിച്ചുകൊണ്ട് വന്നാൽ. ആഹാ, അങ്ങനെയാണോ? എങ്കിൽ പോകും വഴി ഉറപ്പായും എന്തെങ്കിലും ഒപ്പിച്ചുകൊണ്ട് ഞാൻ വരാട്ടോ. ദേ യദു, നോക്കിക്കേ, മാഷ് വിളിക്കട്ടെ. ഓഹോ, എങ്കിൽ മാഷ് വിളിക്കുമ്പോൾ ഇതൊക്കെ പറഞ്ഞു കൊടുക്കുക കേട്ടോ. വാശി പിടിച്ചു നിന്ന ടീച്ചറിന്റെ കവിളിൽ അമർത്തിയൊന്ന് മുത്തി ചിരിച്ചുകൊണ്ടവൻ ഓടിയിറങ്ങി. നാളുകൾക്കിപ്പുറം തന്റെ പഴയ മകനെ കണ്ട സന്തോഷത്തിൽ ടീച്ചറുടെ കണ്ണ് നിറഞ്ഞപ്പോൾ ഒരിക്കൽ എവിടെയോ നഷ്ടപ്പെട്ടുപോയ തന്റെ സന്തോഷങ്ങളെ തിരിച്ചു കിട്ടിയ തോന്നലിൽ യദുവും ഹാപ്പിയായിരുന്നു. പതിവില്ലാതെ തന്നെ കണ്ടിട്ടാണ് ഈ പോകുന്ന ആൾക്കാരൊക്കെ ഒന്നുകൂടി തിരിഞ്ഞു നോക്കുന്നതെന്നറിയാതെ യദു അവരെയെല്ലാം നോക്കി പുഞ്ചിരിച്ചു. ഓടാതിരുന്ന് ഓടിയതുകൊണ്ടാകും കുറച്ചുനേരം ചെന്നതും അവൻ ക്ഷീണിച്ചു. കൈ രണ്ടും കാൽമുട്ടിൽ അമർത്തി കുനിഞ്ഞു നിന്ന് കിതയ്ക്കുമ്പോഴാണ് ഇടതുവശത്ത് നിന്നും കേൾക്കുന്ന കീർത്തനങ്ങൾ ശ്രദ്ധിച്ചത്. തെക്കും ഭാഗത്തെ മഹാദേവ ക്ഷേത്രം. അവന്റെ വീടിനടുത്ത് നിന്നും ഏകദേശം 1.5 കിലോമീറ്റർ അപ്പുറമാണ് ക്ഷേത്രം. ആ, താൻ ഓടി ഓടി ഇവിടെ വരെ വന്നോ? നോട്ട് ബാഡ് ഏതൻ. സ്വയം പ്രശംസിച്ചുകൊണ്ടവൻ അമ്പലപ്പറമ്പിന്റെ ഏകദേശം നടുക്കായി കെട്ടിയിരുന്ന ആൽത്തറയിലേക്ക് കയറിയിരുന്നു. വളരെ കാമാൻ ക്വയറ്റായ അന്തരീക്ഷം. ഇപ്പോഴും സൂര്യൻ പൂർണ്ണമായി ഉദിച്ചിട്ടില്ലെങ്കിലും അരിച്ചെത്തുന്ന സൂര്യരശ്മികൾക്കൊക്കെ അസാധ്യ ഭംഗി. ആലിലയിൽ തട്ടി അത് ഭൂമിയിലേക്ക് പതിക്കുമ്പോൾ പല രൂപങ്ങളായി തോന്നുന്നു. ആ രൂപങ്ങൾക്കൊക്കെ പ്രത്യേക ചന്തവും. ഇത്തിരി നേരമിരുന്ന് വിയർപ്പൊന്നാറിയ നിമിഷം അവൻ ആൽമരക്കെട്ടിൽ നിന്ന് ചാടിയിറങ്ങി. നിലത്തേക്ക് ചവിട്ടി കയ്യിൽ പറ്റിയ മണ്ണ് തുടച്ചു കളയുമ്പോഴാണ് മുന്നിൽ ആരോ നിന്ന് തന്നെ നോക്കുന്ന പോലെ തോന്നിയത്. മിഴികൾ ഉയർത്തി നോക്കിയതും മുന്നിൽ പ്രതീക്ഷിക്കാത്തവരെ കണ്ടതും അവന്റെ കണ്ണും തിളങ്ങി. ആമ്പലുവും അച്ഛനും അമ്മയും. ഒട്ടും പ്രതീക്ഷിക്കാതെ തന്നെ ഇവിടെ കണ്ടതിന്റെ പകപ്പ് അവരുടെ മുഖത്തും നന്നായി ഉണ്ട്. വെള്ളയും ചുവപ്പും പട്ടുപാവാടയിൽ അതിസുന്ദരിയായി ആമ്പലു. എന്നും യൂണിഫോമിൽ കണ്ടിട്ട് പെട്ടെന്നൊരു മാറ്റം കണ്ടപ്പോൾ അവൾക്ക് ആ വേഷം നന്നായി ചേരുന്നെന്ന് തോന്നി അവന്. അതുപോലെ കാണുമ്പോഴൊക്കെ അവളുടെ മുടി മെടഞ്ഞ് രണ്ടായി കെട്ടിയിരിക്കുന്നതായിട്ടേ കണ്ടിട്ടുള്ളൂ. ഇന്നത് അഴിച്ചിട്ടിരിക്കുകയാണെന്ന് തോന്നുന്നു. കുറെ മുടിയൊക്കെ ഫ്രണ്ടിലേക്ക് വീണ് കിടക്കുന്നു. അതെല്ലാം അവളെ വല്ലാണ്ട് ക്യൂട്ടാക്കുന്നുണ്ട്. നെറുകയിൽ ചാർത്തിയ സിന്ദൂരവും കളഭവും വിയർപ്പ് തുള്ളികളാൽ പടർന്നിട്ടുണ്ട്. പക്ഷെ അതും അവളുടെ സൗന്ദര്യം കൂട്ടിയതല്ലാതെ അല്പം പോലും കുറച്ചില്ല. അങ്ങനെ അവളെ ഓരോന്നായി നോക്കി നിൽക്കുമ്പോഴാണ് അവളുടെ അമ്മയുടെ ചോദ്യം അവനെ തേടി എത്തുന്നത്. മോൻ എന്നും ഇങ്ങനെ ഓടാൻ വരാറുണ്ടോ?
നേര് പറഞ്ഞ ആ ചോദ്യമാണ് അവനിലെ നോട്ടം തിരിച്ചത്. ഇത്രയും നേരം താൻ ആമ്പലിനെ നോക്കി നിൽക്കുകയായിരുന്നു എന്നുള്ള തിരിച്ചറിവ് ചെറുതല്ലാത്തൊരു പരിഭ്രമം അവനിലും ഉണ്ടാക്കി. ഏ എന്താ ചേച്ചി? അവന്റെ ചോദ്യം വൃത്തിയായി കേട്ടിരുന്നില്ല. അല്ല, ഞാൻ മിക്ക ദിവസവും ഈ ക്ഷേത്രത്തിൽ വരാറുണ്ട്. മോനെ പക്ഷെ ഇവിടെ കണ്ടിട്ടില്ല. അതാ, നേരത്തെ വന്നിട്ട് പോകുമോ? താൻ സ്ഥിരമായി ഓടാൻ വരുന്നതാണെന്ന് കരുതിക്കൊണ്ടാണ് ഈ ചോദ്യമെന്ന് മനസ്സിലാക്കിയതും അവൻ പെട്ടെന്ന് തല വെട്ടിച്ചു. ഇല്ല ചേച്ചി, അങ്ങനെ സ്ഥിരമായില്ല. നേരത്തെ എഴുന്നേൽക്കുമ്പോൾ മാത്രം. മറുപടി പറയുമ്പോൾ അറിയാതെ പോലും അവളെ നോക്കാതിരിക്കാൻ അവൻ മനഃപൂർവ്വം ശ്രമിച്ചു. പക്ഷേങ്കിൽ പോലും അവനെ ചതിച്ചുകൊണ്ട് കണ്ണുകൾ ഇടയ്ക്കിടെ പാളി അവളിൽ വീഴുന്നുണ്ടായിരുന്നു. അവിടെ തന്നിലും അധികം പരവേശമാണെന്ന് നോക്കാതെ തന്നെ അറിയാം. ആ നിൽപ്പിൽ പോലും അച്ഛന്റെ കൈ മുറുകെ പിടിച്ച് പിന്നിലേക്ക് ഒതുങ്ങി പോകുന്നുണ്ട് പെണ്ണ്. തന്റെ നോട്ടം എത്താതിരിക്കാൻ അവളുടെ പിന്നിലേക്ക് നീങ്ങി നിന്നു കഴിഞ്ഞു ഇതിനോടകം. മാഷ് നാട്ടിലേക്ക് പോയി അല്ലേ? ആ, അവിടെ കുടുംബത്ത് എന്തോ വസ്തുവിന്റെ പ്രശ്നം. ടീച്ചറെ വിളിച്ചപ്പോൾ പറഞ്ഞിരുന്നു. ഇപ്പം മോനാണ് ഇവർക്ക് ക്ലാസ് എടുക്കുന്നതല്ലേ? പഠിക്കുന്നുണ്ടോ മക്കളെ നാലെണ്ണവും? അത് അപ്പോൾ മാത്രം അച്ഛന്റെ പിന്നിൽ നിന്ന് അവളുടെ കൺകോണുകൾ തന്നെ തിരക്കി വരുന്നത് കണ്ടു. എന്താകും തന്റെ മറുപടി എന്നറിയാനുള്ള ആകാംക്ഷ അവളിലും കൂടുതൽ അമ്മയിലും കൂടുതൽ അവളിലാണെന്ന് തോന്നി. അത് പിന്നെ കുഴപ്പമില്ല. ഫസ്റ്റ് പരീക്ഷ കഴിയുമ്പോഴേ എന്തെങ്കിലുമൊക്കെ നമുക്ക് വൃത്തിയായി പറയാൻ പറ്റൂ. പഠിക്കുന്നൊക്കെയുണ്ട് മോനെ. കഷ്ടപ്പെട്ട് ഉറക്കമൊഴിച്ചിരുന്നൊക്കെയാ പഠിക്കുന്നത്. അങ്ങനെ ഉറക്കം കളഞ്ഞൊന്നും പഠിക്കണ്ട. അന്നന്ന് പഠിപ്പിക്കുന്നത് അന്നന്ന് തന്നെ പഠിക്കുക. അത്രയും ചെയ്താൽ മതി. അങ്ങനെയൊക്കെയാണെന്നാ തോന്നുന്നേ, അല്ലേ ആമ്പലു? പിന്നീട് അത്രയും ശബ്ദമില്ലാത്തൊരു മൂളൽ കേട്ടു. അത് പ്രതീക്ഷിച്ച പോലെ അവന്റെ ചൊടിയൊന്ന് വിരിഞ്ഞു. എന്നാലും മോൻ ഒന്നും കൂടി നോക്കിക്കോണേ. ഈ ഇടയായിട്ട് കുറച്ച് മടിയൊക്കെ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. അങ്ങനൊന്നുമില്ല, അവൾ നന്നായി പഠിക്കുന്നുണ്ട്. പിന്നെ ഫിസിക്സ്, അത് മോൾക്കല്പം പാടുണ്ട്. അത്രയും നേരത്തിനിടയിൽ ആദ്യമായാണ് അവളുടെ അച്ഛൻ സംസാരിച്ചത്. അതും പിന്നിൽ നിന്ന മകളെ തോളോട് ചേർത്ത് പിടിച്ചുകൊണ്ട്. അറിയാം. അച്ഛനെയും മോളെയും നോക്കി അവനൊന്ന് തലയാട്ടി. ആമ്പലു അവളുടെ അച്ഛനെ പോലെയാണെന്ന് തോന്നുന്നു. രൂപം കൊണ്ടല്ല, സ്വഭാവം കൊണ്ട്. സ്കൂളിൽ മോനല്ലേ അത് പഠിപ്പിക്കുന്നേ? ഇവക്ക് മനസ്സിലാവാത്തത് ഒന്നും കൂടിയൊക്കെ ഒന്ന് പറഞ്ഞു കൊടുത്തേക്കണേ. അതൊക്കെ അവര് ചെയ്തോളും. ആ അമ്മയുടെ വ്യാധിയെ ഒറ്റ വാക്കിൽ അച്ഛൻ പറഞ്ഞു നിർത്തി. അല്ല മോനെ, ഓടാൻ വരുമ്പോൾ ഈ ചാക്കൊക്കെ എന്തിനാ? ചാക്കോ? കണ്ണു ചുരുങ്ങി അവർ നോക്കുന്നിടത്തേക്ക് നോക്കിയതും താൻ ഇരുന്നതിന്റെ തൊട്ടപ്പുറത്തൊരു കാർട്ടൺ ബോക്സും ഒരു ചാക്കും ഇരിക്കുന്നത് അവൻ കണ്ടു. സത്യം പറഞ്ഞാൽ അവനും അപ്പോഴാണത് ശ്രദ്ധിക്കുന്നത്. അത് ചേച്ചി? ബാക്കി പറയും മുന്നേ തന്നെ ഒരുവളുടെ ചുണ്ടനങ്ങിയത് അവൻ കേട്ടു. അപ്പൊ കിങ്ങിണിയെ ആ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പിയതും അവൻ അവളെ തന്നെ നോക്കി. യദു, എന്താ ഏട്ടാ? അതാ ഞാനും ചോദിക്കണേ, എന്താ നിന്റെ പ്രശ്നം? പ്രശ്നോ? ആർക്ക്? ഏട്ടൻ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ അവിടെ? പ്രശ്നം എനിക്കാണോടാ? അതിപ്പോ അങ്ങനെയൊക്കെ ചോദിച്ചാൽ വലിയ ചേകന്മാരൊക്കെ ഉണ്ടായിരുന്ന അച്ഛന്റെ തറവാട്ടിൽ അമ്മ പറഞ്ഞറിവുണ്ട്. ഒന്ന് സൂക്ഷിച്ചോ. അറിയാൻ പറ്റില്ല എപ്പോഴാ മൂക്ക് ചെത്തിക്കൊണ്ടവര് പോകുന്നേന്ന്. ചെക്ക, ഞാൻ അവിടെ നിന്നും വന്ന ശേഷം നിനക്ക് ഇത്തിരി നെകളിപ്പ് കൂടിയിട്ടുണ്ട് കേട്ടോ. വേണ്ടായേ. ഞാൻ അങ്ങോട്ട് വന്നാലുണ്ടല്ലോ, വന്നാൽ ഈ മൂക്കിന് പകരം ഞാനാകും പലതും ചെത്തി മാറ്റുന്നത്. സൂക്ഷിച്ചോ നീ. ഓ ആവട്ടെ. ഞാൻ പേടിച്ചു. കണ്ണാടിയിൽ നോക്കി അവനൊന്ന് പല്ലിളിച്ചു. നിനക്ക് എന്താ പറ്റിയത് ചെക്ക? എന്തിനിപ്പോ ആ കുട്ടിയോട് തല്ലുവെക്കാൻ പോയേ? എന്റെ പൊന്ന് വസുവേട്ട, നിങ്ങളല്ലേട് ഞാൻ പറഞ്ഞത്. ഞാനായിട്ട് ആരോടും ഒന്നിനും പോയില്ല. ഒക്കെ അവളിരുന്ന് ആലോചിച്ചു കൂട്ടിയതാ. എന്നിട്ടിപ്പോ എന്റെ നേരെ ചാടാ നിങ്ങള്? എടാ, നിന്റെ അടുത്ത് ആ ചാക്കും ബോക്സും ഒക്കെ കണ്ടപ്പോൾ അവൾ ആ പൂച്ചയെ കൊണ്ട് കളഞ്ഞൂന്നാവില്ലേ വിചാരിച്ചേ? വിചാരിച്ചതല്ലേട്ടാ, വിശ്വസിച്ചിട്ടുണ്ട്. മുന്നിലെ കണ്ണാടിയിൽ നോക്കി ഇരു കണ്ണുകളും ചിമ്മിയവൻ തെല്ലൊരു കുസൃതിയോടെ. അപ്പൊ നിനക്ക് മനസ്സിലായി. എന്നിട്ട് എന്തിനാടാ നീ അത് തിരുത്താഞ്ഞത്? എന്റെ പൊന്നേട്ടാ, നിങ്ങളോടല്ലേ ഞാൻ പറഞ്ഞത്. ആ ചാക്കും ബോക്സും കണ്ടപ്പോഴേ പെണ്ണ് ഞാൻ പൂച്ചയെ കൊണ്ടുപോയി കളഞ്ഞൂന്ന് തീരുമാനിച്ചു. ഒപ്പം കണ്ണും നിറച്ചു. എന്തേലും അങ്ങോട്ട് പറയാമെന്ന് വിചാരിച്ചപ്പോൾ അവരെ വിളിക്കാൻ ആ ഓട്ടോക്കാരൻ വരികയും ചെയ്തു. പിന്നെ ഞാനെന്ത് ചെയ്യാനാ? അവളെ പിന്നിലൂടെ പോയി പിടിച്ചു നിർത്തി. എന്റെ കൊച്ചെ, നിന്റെ കിങ്ങിണി വീട്ടിലുണ്ട്. ഞാൻ വെറുതെ പറഞ്ഞതാണ്. ആ ചാക്ക് വേറെ ആരാണ്ടൊക്കെയാണ്. നീ ചുമ്മാ കരയല്ലേ എന്നൊക്കെ ചുമ്മാ കയറിയങ്ങ് പറയണമായിരുന്നു. ചേടാ,
ഇതിപ്പോ ഇങ്ങേര് പറയുന്ന കേട്ടാൽ തോന്നും ഞാനായിട്ട് എന്തോ ഒപ്പിച്ചതാന്ന്. അവൻ ഷർട്ട് ഇൻസർട്ട് ചെയ്തുകൊണ്ട് കണ്ണാടിയിൽ ഒന്നും കൂടി നോക്കി. രാവിലെ സ്കൂളിലേക്ക് പോകാൻ ഒരുങ്ങുകയായിരുന്നു ഏതൻ. ആ സമയത്താണ് വസുവിന്റെ കോൾ വരുന്നത്. അല്ലെങ്കിലും അങ്ങോട്ട് വിളിച്ച് രാവിലെ നടന്ന കാര്യങ്ങളൊക്കെ പറയണമെന്ന് മനസ്സിൽ നിയമിച്ചിരുന്നു. അപ്പോഴാണ് ഉർവശി ശാപം ഉപകാരം പോലെ ഏട്ടന്റെ കോൾ ഇങ്ങോട്ട് വരുന്നത്. ആളുടെ എന്തോ വാച്ച് ഇവിടെയുണ്ടോ എന്ന് ചോദിക്കാൻ. സംഭവം ഇവിടെ ടേബിളിൽ പുറത്തു തന്നെയുണ്ട് എന്ന് പറഞ്ഞു തുടങ്ങിയ സംസാരമാണ് ഇപ്പോ ഇവിടെ എത്തി നിൽക്കുന്നത്. യദു വേണ്ടാട്ടോ, കുറെ കൂടുന്നുണ്ട്. ആ മോള് നിന്നോടുള്ള ദേഷ്യവും വാശിയും ഒക്കെ മറന്ന് ഒന്ന് നോർമലായി വരുന്നതേ ഉള്ളൂ. അതിനിടയ്ക്ക് നീ ഇങ്ങനെ ഓരോന്ന് ഒപ്പിച്ചു വെക്കല്ലേ ചക്ക. ഇങ്ങനെ ബേജാറാവല്ലേ കോയ. ഒക്കെ ഞാൻ ശരിയാക്കില്ലേ. ഒറ്റ കണ്ണിറക്കി ചിരിച്ചവൻ. ഓവ, ശരിയാക്കി കണ്ടാ മതി. അതൊക്കെ ആവുമെന്നേ. അവളുടെ ഈ പൂച്ചക്കുട്ടിയെ കൊണ്ട് എനിക്ക് ഒരുപാട് ഉപകാരമുണ്ടാകുമെന്ന് തോന്നുന്നു ഏട്ടാ. പൂവ, വെളുക്കാൻ തേച്ചത് പാണ്ടാവാതിരുന്നാൽ മതിയായിരുന്നു. ഇങ്ങളൊന്ന് പോയ മനുഷ്യ. വളർത്തിയില്ലെങ്കിലും തളർത്താനായിട്ട് ഇങ്ങനെ ഒരെണ്ണം. യദു, എന്താ? ആമ്പൽ, അമലുവിനെ ഞാൻ കരയിക്കില്ല. അതുപോരെ നിങ്ങൾക്ക്? ഇത്തിരി ദേഷ്യത്തിൽ അവനൊന്ന് ചാടി. അത് മതി, അത് മതി. എങ്കിൽ വെച്ചിട്ട് പൊക്കോ. അതൊക്കെ ഞാൻ പൊക്കോളാം. പിന്നെ വേണമെങ്കിൽ നീ ആ വാച്ചിൽ നിന്ന് അങ്ങോട്ട് ഇട്ടോണ്ട് പൊക്കോട്ടോ. എനിക്കെങ്ങും വേണ്ട നിങ്ങളുടെ വാച്ച്. ദേഷിച്ച് ഫോൺ കട്ട് ചെയ്തുകൊണ്ടവൻ ചെവിയിലിരുന്ന ബ്ലൂടൂത്ത് ബോക്സിലേക്ക് വെച്ചു. ഒന്നും കൂടി കണ്ണാടിയിൽ നോക്കി തന്റെ ഡ്രസ്സ് പ്രോപ്പർ ആണെന്ന് വിലയിരുത്തി. അതിനുശേഷം അല്പം പെർഫ്യൂം അടിച്ച് വാച്ച് എടുക്കാൻ പോകുമ്പോഴാണ് ഏട്ടന്റെ വാച്ച് പിന്നെയും കണ്ണിൽ പെടുന്നത്. സംഭവം പ്രീമിയം വാച്ചാണ്, എലഗൻ ലുക്കും. പിന്നെ ഒന്നും കൂടുതൽ ആലോചിക്കാതെ അതെടുത്ത് കയ്യിലേക്ക് അങ്ങ് കെട്ടി. ഒപ്പം കയ്യിൽ കിടക്കുന്ന വാച്ചിന്റെ ഫോട്ടോ എടുത്ത് വസുവിന് അയക്കാനും മറന്നില്ല. പ്ലേറ്റിലേക്ക് ടീച്ചർ 2 ഇടിയപ്പവും കറിയും ഒഴിക്കുമ്പോഴാണ് പതിവില്ലാത്തൊരു തല വാതിലിൽ കാണുന്നത്. നൗഫി. നൗഫൽ എന്താ ഇവിടെ? ഇന്നലെ എന്തെങ്കിലും മറന്നു വെച്ചോ? അവന്റെ പരതിയുള്ള നോട്ടം കണ്ട് ടീച്ചർ പുറത്തേക്ക് വന്നു. ഏ ആ അതെന്റെ കെമിസ്ട്രി ബുക്ക് കാണുന്നില്ല. ഇന്നലെ ഇവിടെ എവിടെയെങ്കിലും വെച്ചോ എന്നറിയാനാ. അതിന് ക്ലാസ് ഇന്നലെ ഇവിടെ വെച്ചായിരുന്നില്ലേ? അപ്പൊ പിന്നെ ബുക്ക് ഇവിടെ നോക്കിയാ കിട്ടുമോ? ടീച്ചർ ചോദിച്ചപ്പോൾ പതറിയ അവന്റെ മുഖത്തേക്ക് നോക്കി ഏതൻ ചോദിച്ചതും ചെക്കൻ പിന്നെയും പരുങ്ങാൻ തുടങ്ങി. അത് പിന്നെ ഞാൻ അവിടെ നോക്കി കണ്ടില്ല. അതാ ഞാൻ ഇവിടെ. പിന്നെയും അവന്റെ കണ്ണുകൾ വീടിനകവും മുഴുവനും പരന്ന് കണ്ടതും ഏതൻ അറിയാതെ ഒരു പുഞ്ചിരി വന്നുപോയി. എന്തായാലും നൗഫിയുടെ ബുക്ക് ഇവിടൊന്നുമില്ലെന്ന് തോന്നുന്നു. ഇനിയിപ്പം അമ്മ അടിച്ചു വരുമ്പോൾ എങ്ങാനും കിട്ടിയാൽ വൈകുന്നേരത്തേക്ക് അമ്മ എടുത്തു വെച്ചേക്കും. പോരെ? ഉം മതി സർ, ഞാൻ പോവാ. ഏതന്റെ കണ്ണിൽ നോക്കി ഇനിയും ഒന്നും സംസാരിക്കാൻ പറ്റില്ലെന്ന തോന്നലിൽ അവൻ പെട്ടെന്ന് പോകാനായി തിരിഞ്ഞു. ആഹാ, അങ്ങനെ അങ്ങ് പോകല്ലേ. എന്തായാലും താൻ വന്നതല്ലേ, 2 ഇടിയപ്പം കഴിച്ചിട്ട് പോകാം. വേണ്ട സർ, ഞാൻ കഴിച്ചതാണ്. എന്നാലും 2 കഴിക്കാനുള്ള വയറൊക്കെ ഉണ്ടാവും അല്ലേ മേ? പിന്നല്ലേ, മോൻ വാ. ടീച്ചർ കൂടി പറഞ്ഞതും നൗഫിക്ക് പിന്നെ കഴിക്കാതിരിക്കാൻ കാരണമൊന്നുമില്ലാതായി. ടീച്ചർ ഇടിയപ്പം വിളമ്പുമ്പോൾ ചായ കൊടുക്കുമ്പോൾ ഒക്കെ തന്നെ അവൻ വെപ്രാളപ്പെട്ട് കഴിക്കുന്നവനെ നോക്കി ഏതൻ അറിയാതെ ചിരിച്ചുപോയി. എങ്ങനെയെങ്കിലുമൊക്കെ അത് കഴിഞ്ഞ് സൈക്കിളിന്റെ അടുത്തേക്ക് ഓടാൻ തുടങ്ങിയവനെ ഏതൻ പിന്നിലൂടെ വിളിച്ചു നിർത്തി. എന്താ സർ? വന്ന ഉദ്ദേശം നടന്നില്ലല്ലോ അല്ലേ? എന്താ സർ? അല്ല, ബുക്ക് കിട്ടിയില്ലല്ലോ എന്ന് പറഞ്ഞതാ. ഹാ, അതെ സർ. ഇവിടെ നിന്ന് വിഷമിക്കണ്ട, പൊക്കോ. അവൻ പറഞ്ഞതും നൗഫി സൈക്കിളും എടുത്തുകൊണ്ട് പാഞ്ഞിരുന്നു. ആകെ വിയർത്തു കുളിച്ച് ഓടിയെത്തി തന്റെ ബാഗിൽ നിന്നും വെള്ളമെടുത്ത് മൊത്തത്തോടെ കമത്തുന്നവനെ അമ്പരപ്പോടെ നോക്കി നിന്നു ആമ്പൽ. എന്താടാ, എന്തായി വെപ്രാളം? വെപ്രാളപ്പെടാതെ പിന്നെ. പുലിമടയിലേക്കാണ് ഇവളെന്നെ പറഞ്ഞു വിട്ടത്. അവളുടെ ഒരു കിങ്ങിണി. നീ ചുമ്മാ തലയും വാലുമില്ലാതെ കാര്യം പറയാതെ ആദ്യം മുതൽ പറയടാ. രമ്യ ഇത്തിരി കലിപ്പിട്ടതും അവൻ അവിടെ ചെന്നപ്പോ മുതലുള്ള കാര്യങ്ങൾ പറഞ്ഞു. ആമ്പലു, ഇതെനിക്ക് തോന്നുന്നത് ഇവനെ അവിടെ പതിവില്ലാതെ കണ്ടപ്പോൾ തന്നെ ആൾക്ക് കാര്യം മനസ്സിലായി എന്നാ. അപ്പോ ഇന്ന് വൈകിട്ടും നാളെയും ക്ലാസ് ഇല്ലല്ലോ. മറ്റന്നാൾ ചെല്ലുമ്പോൾ അറിയാം. ഞാൻ നോക്കിയിട്ട് അതേ മാർഗമുള്ളൂ. എന്റെ കിങ്ങിണി. ആമ്പലിന്റെ കണ്ണു നിറഞ്ഞു. നീ ചുമ്മാ കരയല്ലേ പെണ്ണെ. ആള് നിന്റെ പൂച്ചയെ കൊണ്ടുപോയി കളഞ്ഞൊന്നും കാണില്ല. അങ്ങനെ വല്ലോ രാവിലെ പറഞ്ഞായിരുന്നോ? പക്ഷെ ആ ചാക്ക് അങ്ങയുടെ ഒന്നും ആകില്ല. അല്ല പിന്നെ, രാവിലെ ഓടാൻ പോകുന്ന ആള് ചാക്ക് കെട്ടും കൊണ്ടല്ലേ പോകുന്നേ? ഇന്നലെ പക്ഷെ കൊണ്ടുപോയി കളയുമെന്ന് അങ്ങേര് പറഞ്ഞില്ലേടാ?
രമ്യ പറഞ്ഞതും നൗഫി മാസിയും അവളെ പല്ല് ഞെരിച്ചു നോക്കി. എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് പെണ്ണിനെ ഒന്ന് സമാധാനിപ്പിക്കാൻ വേണ്ടി നോക്കുന്നതാ, അതിനിടയ്ക്ക് ഇങ്ങനെ ഓരോന്ന്. രമൂ, എടി നീ ചുമ്മാ കരയാതെ. ഇതിപ്പോ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരൊറ്റ കാര്യമേ ഉള്ളൂ. എന്ത്? നീ ധൈര്യമായിട്ട് നേരിട്ട് ചെന്ന് ആളോട് നിന്റെ കിങ്ങിണിപ്പൂച്ചയെ പറ്റി ചോദിക്കും. എന്തായാലും സാറ് സത്യമേ പറയൂ. ഇനിയിപ്പോ ആള് കൊണ്ടുപോയി കളഞ്ഞിട്ടില്ലെങ്കിൽ നീ ഒരു കാര്യം ചെയ്, ആ പൂച്ചക്കുഞ്ഞിനെ നിനക്ക് വേണമെന്ന് പറ. പുള്ളി സന്തോഷത്തോടെ ആ പൂച്ചയെ നിനക്ക് തരും. എടാ, ഇനിയിപ്പോ കളഞ്ഞെങ്കിലോ? എന്റെ പൊന്നു രമു, ഇനിയിപ്പോ സാർ അതിനെ കൊണ്ടുപോയി കളഞ്ഞിട്ടുണ്ടെങ്കിൽ എവിടെയാ കളഞ്ഞത് എന്ന് വെച്ചാൽ ഞാനും ഇവനും കൂടി കൊണ്ടുപോയി അതിനെ തിരിച്ചെടുത്ത് കൊണ്ടുവരാം. അതുപോരെ? ഉം എങ്കിൽ നിങ്ങൾ പോയി ചോദിച്ചിട്ട് വാ. അപ്പൊ നിങ്ങൾ വരുന്നില്ലേ? ഇല്ലടി, അങ്ങനെ ഞങ്ങൾ വന്നാൽ രാവിലെ ഞാൻ അവിടെ പോയത് ഇതിനാണെന്ന് സാർ ഉറപ്പിക്കും. അത് വേണ്ട. അപ്പൊ എങ്ങനെയാമ്പലു പോകാം? എനിക്ക് എനിക്ക് പേടിയാ രമു. ദേ നോക്കാമ്പലു, പേടിച്ചു നിന്നാൽ ഇനി 2 ദിവസം കഴിഞ്ഞ് ആ പൂച്ചയെപ്പറ്റി എന്തെങ്കിലും അറിയാൻ പറ്റും. അതല്ല, നീ ഇപ്പൊ പോയി ചോദിക്കുകയാണെങ്കിൽ സാർ പൂച്ചയെ കളഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. എന്താ ഇപ്പൊ വേണ്ടേ? ഞാൻ ഞാൻ പോകാം. ഗുഡ്. എങ്കിൽ വേഗം പോയിട്ട് വാ. ഉം അവരുടെ മുമ്പിൽ വെച്ച് അങ്ങനെ മൂളിയെങ്കിലും പേടിച്ചാണ് ആമ്പൽ രമ്യയുടെ കൂടെ ഓഫീസ് മുറിയിലെത്തിയത്. ചെല്ലുമ്പോൾ സൂക്ഷം പോലെ 2-3 ടീച്ചേഴ്സേ വന്നിട്ടുള്ളൂ. അവളുടെ കണ്ണുകൾ ഏതിനിരിക്കുന്ന ഡെസ്കിലേക്ക് പാഞ്ഞു. വന്നിട്ടുണ്ട്, എന്തോ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ബാ അമ്പലു. വലിയ ധൈര്യത്തിൽ അവിടെ വന്ന് നിന്നെങ്കിലും സ്റ്റാഫ് റൂമിലേക്ക് കയറാൻ തുടങ്ങിയപ്പോൾ അവളുടെ കൈയും കാലും വിറയ്ക്കാൻ തുടങ്ങി. പക്ഷേ കിങ്ങിണിയെപ്പറ്റി ആലോചിക്കുമ്പോൾ പോകാതിരിക്കാനും വയ്യ. അവസാനം രണ്ടും കൽപ്പിച്ച് അവർ ഏതന്റെ മുന്നിലേക്ക് ചെന്നു. ഈ വരവ് പ്രതീക്ഷിച്ചിരുന്നെങ്കിലും പെട്ടെന്ന് മുന്നിൽ കണ്ടപ്പോൾ അവനും ഒന്ന് ചെട്ടി. എന്താ രമ്യേ, എന്തു പറ്റി? എന്തേലും ഡൗട്ടുണ്ടോ? ആമ്പലിനെ മനഃപൂർവ്വം അവൻ നോക്കിയില്ല. ഡൗട്ടല്ല സർ, വേറൊരു കാര്യം ചോദിക്കാനാ. വേറെയോ? എന്താ? വായിച്ചുകൊണ്ടിരുന്ന ബുക്ക് അടച്ചു വെച്ചുകൊണ്ട് അവൻ രമ്യയെ നോക്കി. അത് കിങ്ങിണിക്കുട്ടിയെ കൊണ്ടുപോയി കളഞ്ഞോ? രമ്യ ചോദിക്കും മുന്നേ അത്രയും പതിഞ്ഞൊരു ശബ്ദം അവനെ തേടി എത്തി. ഏതൻ വല്ലാത്തൊരു സന്തോഷത്തോടെ കണ്ണിൽ തെളിഞ്ഞ ചിരിയുമായി നാളുകൾക്കിപ്പുറം ആമ്പനെ നേർക്കുനേർ നോക്കി. ഇന്ന് വരെ തനിക്കരികിലേക്ക് വരാത്തവൾ ഇന്നിപ്പോൾ ഇത്രയും കഷ്ടപ്പെട്ട് ധൈര്യം നേടി വന്നിട്ടുണ്ടെങ്കിൽ എന്റെ കിങ്ങിണിക്കുട്ടി, നീ ഒരു സംഭവം തന്നാണ് ട്ടോ. എന്നെ വായിക്കുകയും കേൾക്കുകയും ചെയ്യുന്ന എന്റെ കൂട്ടുകാര്, കഥ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നന്ദി.